മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം ധാരണയിലെത്തണം എന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും കൂടിക്കാഴ്ച നടത്തിയത്. 45 മിനിറ്റ് നീണ്ട ചർച്ചയ്ക്ക് ശേഷം പുറത്തെത്തിയ രമേശ് ചെന്നിത്തല മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും തന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രതികരിക്കുമെന്നും പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. വിശദമായ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് ബാക്കി കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയും. എന്നാൽ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവില്ലെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. പാർട്ടിയിൽ മുഖ്യമന്ത്രിയേക്കാൾ ഉയർന്ന പദവി വഹിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രിസഭയിലെത്താൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ല. തനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന് പരസ്യമായോ രഹസ്യമായോ ചെന്നിത്തല ഉന്നയിച്ചിട്ടില്ല. UDF-ഉമായും KPCC പ്രസിഡന്റുമായും ചർച്ച ചെയ്ത് ഹൈക്കമാൻഡിന്റെ അനുമതിയോടെയാവും നിലവിലെ ഒഴിവ് നികത്തുക എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി KB ഗണേഷ് കുമാറിന്റെ പുനഃപ്രവേശനം സംബന്ധിച്ച് വ്യക്തമായ മറുപടി പറയാൻ തയ്യാറായില്ല. KPCC പ്രസിഡന്റ് ഒരിക്കലും മന്ത്രിസഭയിൽ ചേരുമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു മന്ത്രിസ്ഥാനം ഒഴിവുണ്ട്, അത് ഞങ്ങൾ UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. അല്ല, അതിപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരുമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എനിക്കെടുക്കാൻ പറ്റത്തുള്ളൂ. അതിൽ ഞാൻ മുഖ്യമായിട്ട് ആലോചിക്കുന്നതും KPCC പ്രസിഡന്റിനോടായിരിക്കും. ഞങ്ങൾ കോൺഗ്രസ് ഒരു അഖിലേന്ത്യാ പാർട്ടി ആകുമ്പം അഖിലേന്ത്യാ നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്യാതെ സുപ്രധാനമായിട്ടുള്ള ഏതെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുമോ? തർക്ക വിഷയങ്ങളിൽ ധാരണയായതിനാൽ പുതിയ മന്ത്രി ആരെന്ന് UDF ചർച്ച ചെയ്യും. ഇതിനുശേഷം KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും ഡൽഹിയിലേക്ക് പോകും. മീഡിയ 1 തിരുവനന്തപുരം.